ഹായ്, ഏവർക്കും സിഗ്നേച്ചർ ലേണിംഗിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഈ ഒരു സെഷനുമായിട്ട് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കേരള PSCയുടെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ പരീക്ഷയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ പരീക്ഷയുടെ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് കഴിഞ്ഞു. പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും ഒത്തിരി ആൾക്കാർ അത് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഒരു സയൻസ് സബ്ജക്റ്റ് ഉള്ള ആളിന് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷ തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു പരീക്ഷ മറ്റുള്ള PSC പരീക്ഷകളിൽ നിന്ന് വ്യത്യസ്തമാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സിലബസ് തന്നെയാണ്. സാധാരണ ഒരു നോർമൽ PSC പരീക്ഷ അല്ലെ ഡിഗ്രി ലെവൽ എക്സാംസിന് നമ്മൾ മൾട്ടിപ്പിൾ ടോപ്പിക്സ് മൾട്ടിപ്പിൾ സബ്ജക്ട്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ പരീക്ഷയിലേക്ക് വരുമ്പോൾ ടെക്നിക്കൽ സബ്ജക്ട്സ് ആണ് നമുക്ക് കൂടുതലായിട്ട് അതിനകത്ത് പഠിക്കാനുള്ളത്. കൂടുതലായിട്ടും അത് മാത്രമാണ് നമുക്ക് അതിനകത്ത് പഠിക്കാനുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ സയൻസ് സബ്ജക്റ്റ് ആയ ഫിസിക്സ്, കെമിസ്ട്രി, പിന്നെ നമ്മുടെ മാത്സ് ഉണ്ട്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോൾ ഒത്തിരി സംശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും. ഇത് എങ്ങനെ ചെയ്യണം അല്ലെ? എവിടെ നിന്ന് തുടങ്ങണം? എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഇപ്പോ എന്തൊക്കെയാണ് ഇതിനകത്ത് പഠിക്കേണ്ടത്? എത്രത്തോളം ലെവലിൽ പഠിക്കണം? ഒത്തിരി ഡെപ്തിൽ നമ്മളിത് പഠിക്കേണ്ട കാര്യങ്ങളുണ്ടോ? അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും അല്ലെ? തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയുള്ള സംശയങ്ങളെല്ലാമാണ് നമ്മുടെ പഠനത്തിൽ മിക്കപ്പോഴും ഒരു വഴിമുടക്കായിട്ട് നിൽക്കുന്നത്. അത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അറിയാം. നമ്മൾ സ്കൂൾ ലെവലിലായാലും നമ്മളിങ്ങനെ പഠിച്ചു വരുന്ന കാര്യങ്ങൾ അല്ലെ, ഈ നമ്മൾ ഇത്രയും ഒരു ലൈഫിൽ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പഠിച്ചു വരുന്ന അത് പല കാര്യങ്ങളും, അത് നമ്മുടെ അക്കാഡമിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളായാലും അല്ലാതെ തന്നെയുള്ള കാര്യങ്ങളായാലും ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളായാലും എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടെങ്കിൽ ആ തടസ്സത്തിനെ ഓവർകം ചെയ്യാൻ നമ്മൾ ശ്രമിക്കാറില്ല. നമ്മൾ അതിനെ ഒഴിവാക്കി സൈഡിൽ കൂടെ പോകാനേ നോക്കാറുള്ളൂ. അങ്ങനെയാണ് നമുക്ക് പലപ്പോഴും പല പരാജയങ്ങളും സംഭവിക്കാറുള്ളത്. അങ്ങനെയൊന്നും ഉണ്ടാവരുത് കേട്ടോ. കാരണം ഈ ഒരു പരീക്ഷ നമ്മുടെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ പരീക്ഷ അത് അത്യാവശ്യം നല്ലൊരു സാലറി സ്കെയിലിൽ വരുന്ന ഒരു പരീക്ഷ തന്നെയാണ്. ഏകദേശം 50,000 രൂപയോളം നമുക്ക് സ്റ്റാർട്ടിംഗ് സാലറി വാങ്ങാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് കേട്ടോ, ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ. അപ്പോൾ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ അതിന്റെ ജോബ് പ്രൊഫൈൽ നിങ്ങൾ ആദ്യം നോക്കി മനസ്സിലാക്കണം. എവിടെയാണ് നമ്മൾ ജോലി ചെയ്യേണ്ടത്, എന്തൊക്കെ ജോലിയായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം. അതിന്റെ പ്രിവിലേജസ് എന്തൊക്കെയാണ്, എന്തൊക്കെ ബെനിഫിറ്റ്സ് ആയിരിക്കും നമുക്ക് കിട്ടുക എന്നുള്ളത് കേട്ടോ. ഒരു സർക്കാർ ജോലി നേടുക എന്നുള്ളത് വെറും ഒരു സ്വപ്നം മാത്രമായിട്ട് കൊണ്ട് നടക്കരുത്. അത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്കൊരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. എപ്പോഴും നമ്മളൊരു പ്രൈവറ്റ് ഫീൽഡിൽ ചിലപ്പോൾ ഒരു സർക്കാർ ജോലി നൽകുന്നതിനെക്കാട്ടിലും കൂടുതൽ സാലറിയും മറ്റു കാര്യങ്ങളും പ്രൈവറ്റ് ഫീൽഡിൽ നമുക്ക് കിട്ടുന്നുണ്ടാവാം. പക്ഷെ അതൊരിക്കലും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പൊസിഷൻ അല്ല എന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അത് നമുക്ക് ആ ഒരു ജോലി നഷ്ടമായിട്ട് ഇറങ്ങുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ നമുക്ക് അതിന്റെ ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാവത്തുള്ളൂ. അല്ല, നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്ക് മിക്കപ്പോഴും തോന്നുന്നത് എന്താണ്, സർക്കാർ ജോലിയെക്കാട്ടിലും കൂടുതൽ സാലറി നമുക്ക് എവിടെ കിട്ടുന്നുണ്ട്? ഒരു പ്രൈവറ്റ് ഫീൽഡിൽ കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് പിന്നെ അത് ചൂസ് ചെയ്താൽ പോരെ അല്ലെ? പക്ഷെ നമുക്ക് ആ കിട്ടുന്ന സമയവും നമ്മുടെ ആ ലൈഫ് സ്കെയിലും എല്ലാം ആ ഒരു എമൗണ്ട് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സാലറിയെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും പോകുന്നത്. അത് നഷ്ടമായി തുടങ്ങുമ്പോഴായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, ആ പ്രശ്നങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഒരു സർക്കാർ ജോലി നേടേണ്ട ആവശ്യകത നിങ്ങൾ മനസ്സിലാക്കുക. അതൊരു ചെറിയ ജോലിയാണെങ്കിൽ പോലും സർക്കാർ ജോലി എപ്പോഴും നമുക്ക് അഷ്യൂർ ചെയ്യുന്നത് ഒരു ലൈഫ് സെക്യൂരിറ്റിയാണ് കേട്ടോ. അത് 100% നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിലേക്ക് വരാം. ഈ ഒരു പരീക്ഷയ്ക്ക് മിക്ക ആൾക്കാരും പിന്നോട്ട് നിൽക്കുന്നതിന് ഒരു കാരണം ഇതിന്റെ സിലബസ് ആണ്. കാരണം നമ്മൾ പ്ലസ് ടു ലെവലിലേക്ക് ഇപ്പൊ സയൻസ് പഠിച്ച ആൾക്കാരാണെങ്കിലും പ്ലസ് ടു ലെവലിൽ നമ്മൾ ഫിസിക്സും കെമിസ്ട്രിയും മാത്സ് ഒക്കെ അവിടെ വിട്ടിട്ട് വന്നതാണ്. അതേ ടോപ്പിക്സ് തന്നെ നമുക്ക് ഇവിടെ പഠിക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഈസിയാണ്, നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് ഈസിയാണ്. ഒത്തിരി കാര്യങ്ങളൊന്നും ഒത്തിരി ഡെപ്തിലൊന്നും പോയി പഠിക്കേണ്ട കാര്യമില്ല. അത്യാവശ്യം നമ്മുടെ NCERT ലെവലുള്ള കാര്യങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ പരീക്ഷ നേടിയെടുക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ സിലബസ് നിങ്ങളൊന്ന് നോക്കി. ഇതിന്റെ സിലബസ് നമ്മൾ നോക്കുമ്പോഴത്തേനും ഇതിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് ആണ്. ഇലക്ട്രോണിക്സ് ഓക്കെ. അപ്പൊ ഇലക്ട്രോണിക്സിൽ അതിന്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസ്ട്രുമെന്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ്, DC ആൻഡ് AC ബ്രിഡ്ജസ്, അങ്ങനെ ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട അത്യാവശ്യം ഒരു 4 സെക്ഷൻ ആയിട്ടാണ് നമുക്ക് തരുന്നത്. അതിന്റെ മാർക്കും കൂടെ നോക്കുക. 10 മാർക്കാണ് ആ ഒരു സെക്ഷന് നമുക്ക് എന്ത് ചെയ്യുന്നത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇലക്ട്രോണിക്സിന്റെ ഈ ഒരു 10 മാർക്ക് നിങ്ങൾ നോക്കുക. ആ 10 മാർക്കാണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നോക്കിയ കുഞ്ഞുങ്ങളെ, നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ ആയിട്ട് വരുന്നത് ബേസിക് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആണ്. ബേസിക് ഓഫ് കമ്പ്യൂട്ടർ വരുമ്പോഴത്തേക്കും 10 മാർക്കാണ് വരുന്നത് കേട്ടോ. അപ്പൊ അതിൽ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഇൻഫർമേഷൻ സെക്യൂരിറ്റി, അതിന്റെ എത്തിക്കൽ ആൻഡ് നോൺ എത്തിക്കൽ ഇഷ്യൂസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതുപോലെ MS ഓഫീസ് ആണ്. 5 മാർക്ക് വീതം ഈ 2 സെക്ഷനാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് അതിനകത്ത് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വരുമ്പോഴത്തേക്കും നമ്മുടെ കെമിസ്ട്രി ആണ്. ടോട്ടൽ 30 മാർക്ക്. അപ്പോൾ 10 മാർക്ക് ഇലക്ട്രോണിക്സ്, 10 മാർക്ക് കമ്പ്യൂട്ടർ, 30 മാർക്ക് എന്താണ് നമ്മുടെ കെമിസ്ട്രി ആണ്. അപ്പൊ ഏകദേശം 50 മാർക്കിനുള്ള കാര്യം കെമിസ്ട്രി നോക്കി. നമ്മുടെ NCERT ടോപ്പിക്സ് നമ്മൾ ബേസ് ലെവലിൽ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതൊന്നും ഒത്തിരി ഡെപ്തിലേക്ക് പോകേണ്ട കാര്യമില്ല. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യനും ബാക്കി കാര്യങ്ങളും അതുപോലെ ഇതേപോലെ ടെക്നിക്കൽ എക്സാംസിനുള്ള ക്വസ്റ്റ്യൻസ് നോക്കുമ്പോഴൊന്നും അവർ ഒത്തിരി ഡെപ്തിലേക്കൊന്നും കാര്യങ്ങൾ ചോദിച്ചിട്ടില്ല. നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു പരീക്ഷ തന്നെയാണെന്നുള്ളതാണ് കേട്ടോ.
അപ്പോൾ ഇതിൽ കെമിസ്ട്രിയുടെ സിലബസിൽ നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, സൊല്യൂഷൻസ്, ഇലക്ട്രോ കെമിസ്ട്രി, അനലിറ്റിക്കൽ പ്രിൻസിപ്പിൾ, പോളിമേഴ്സ്, അതുപോലെ നമ്മുടെ കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫ്, ഫ്യൂയൽസ്, പ്രൊപ്പലൻസ്, അതുപോലെ നാനോ മെറ്റീരിയൽസ്, സ്പെക്ട്രോസ്കോപ്പി, എൻവയൺമെന്റൽ കെമിസ്ട്രി, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് അതിനകത്ത് പഠിക്കേണ്ടത്. ഇനി ഫിസിക്സിലേക്ക് വരുമ്പോഴത്തേക്കും വീണ്ടും അടുത്ത 30 മാർക്ക് ഫിസിക്സ് ആണ്. അപ്പോൾ നമുക്ക് എത്രയായി? 50, 30, 80 മാർക്കായി. ഫിസിക്സിൽ മെഷർമെന്റ്, മെക്കാനിക്സ്, അതുപോലെ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ്, ഒപ്റ്റിക്സ്, അതുപോലെ നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് കറന്റ് ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് AC, പിന്നെ നമ്മുടെ ഇലക്ട്രോണിക്സ് അതിന്റെ സെക്ഷനായിട്ട് വരുന്നതാണ്. പിന്നെ ആറ്റംസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫിസിക്സിനകത്ത് വരുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് മാത്സ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫിസിക്സ്, കെമിസ്ട്രി, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ എന്നപ്പോൾ തന്നെ 80 മാർക്കായി. ബാക്കി 20 മാർക്കിന് നമുക്ക് ആരായിരിക്കും വരുന്നത്? നമ്മുടെ മാത്സ് ആയിരിക്കും വരുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ മാത്സിൽ പഠിക്കേണ്ടത് നോർമൽ PSCക്ക് നമ്മൾ പഠിക്കുന്ന മെന്റൽ എബിലിറ്റി പോർഷൻസ്, മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിങ് പോർഷൻ ഉണ്ട്. നമ്മുടെ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, ക്ലാസിഫിക്കേഷൻ, ലെറ്റർ, നമ്പർ സീരീസ്, സീക്വൻസ്, ക്ലോക്ക്, കലണ്ടർ, അങ്ങനെ പറഞ്ഞ് അപ്പോൾ ഒരു റീസണിങ് ക്വസ്റ്റ്യൻ 1 മാർക്കുണ്ട്. അതുപോലെ നമ്മുടെ QA സെക്ഷൻസ് ഉണ്ട്. നമ്പർ, സിംപ്ലിഫിക്കേഷൻ, പെർസെന്റേജ് എന്ന് പറയുന്ന നമ്മുടെ QA സെക്ഷൻസ് അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് അടുത്ത് വരുന്നത് 2 മാർക്കിന്. പിന്നെ മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ തൊട്ട് യൂണിറ്റ് 5 തൊട്ട് താഴോട്ടുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് നമ്മുടെ പക്ക +2 പോർഷൻ ആണ്. +2 നമ്മൾ പഠിച്ചിട്ടുള്ള, സയൻസിൽ പഠിച്ചു, മാത്സിൽ പഠിച്ചിട്ടുള്ള അതേ കാര്യങ്ങളാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് വരുന്നുണ്ട്, പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻ വരുന്നുണ്ട്, ആപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻസിയേഷൻ വരുന്നുണ്ട്, ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷൻ വരുന്നുണ്ട്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ വരുന്നുണ്ട്. അതായത് കാൽക്കുലസ് ആ ഒരു സെക്ഷൻ നമുക്ക് അത്യാവശ്യമുണ്ട്. ഡിഫറൻസിയേഷൻ, ഇന്റഗ്രേഷൻ, അതിന്റെ ആപ്ലിക്കേഷൻസും അതിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസും വരുന്ന ആ സെക്ഷൻ. അപ്പോൾ നമ്മൾ വിചാരിക്കും +2 നമ്മളത് പഠിച്ചപ്പോഴത്തേക്കും ഒത്തിരി നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊന്നുമില്ലടാ. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അതിന്റെ ഡയറക്റ്റ് മെത്തേഡ്സ് അപ്ലൈ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ളത്. PSCയുടെ പരീക്ഷ ഒരു MCQ ലെവലിൽ ചോദിക്കുമ്പോൾ ആ ഒത്തിരി ഡെപ്തിലേക്ക് ചോദിക്കാൻ സാധ്യതയില്ല. നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ സിലബസ് നിങ്ങൾ കണ്ടു. ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ പരീക്ഷയുടെ സിലബസിൽ നമ്മൾ 100 മാർക്ക് എങ്ങനെയാണ് കവർ ചെയ്തിരിക്കുന്നത് നമ്മൾ തീർച്ചയായിട്ടും കണ്ടു അല്ലെ. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് തീർച്ചയായും നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഈ പരീക്ഷയ്ക്ക്, ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഈ ഒരു 100 മാർക്കിൽ നമുക്ക് എത്ര മാർക്ക് നേടാൻ പറ്റും എന്നുള്ള കാര്യം ഉറപ്പായിട്ടും നിങ്ങൾ ആദ്യം ഒന്ന് ഡിറ്റർമൈൻ ചെയ്യേണ്ടതുണ്ട്. കാരണം നോർമലി ഒരു കുട്ടി പരീക്ഷയ്ക്ക് നോട്ടിഫിക്കേഷൻ വന്നു, വളരെ ഇൻട്രസ്റ്റോട് കൂടി പോയി അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്ത് ഒരു 2-3 ദിവസത്തേക്ക് മാത്രമേ ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ഫസ്റ്റ് ദിവസം അവൻ ഏതൊക്കെ സിലബസ് എടുത്ത് നോക്കിയിട്ടുണ്ടാവാം, എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പഠിക്കേണ്ടിയിരുന്നത് നോക്കിയിട്ടുണ്ടാവാം, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എന്തായാലും നോക്കി വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇന്ന് ഞാൻ പഠിക്കും, ഉറപ്പായിട്ടും പഠിച്ചിരിക്കും, എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസം വരുമ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ മനസ്സിലൊരു പേടി വരും. ഇത് എവിടെ സ്റ്റാർട്ട് ചെയ്യണം, എന്തൊക്കെയാണ്? NCERT ടെക്സ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ഒരു കടല് പോലെ ഉണ്ട്. ഒത്തിരി കാര്യങ്ങൾ റിപ്പോർട്ട്. ഇത് എങ്ങനെ പഠിക്കും? ഇത്രയും ഞാൻ പഠിച്ചു തീരും ഈ സമയത്തിനുള്ളിൽ, എന്നെ കൊണ്ട് പറ്റത്തില്ല, അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? അത് വിടും. അങ്ങനെ ഉണ്ടാവരുത്. നമ്മൾ അവിടെയാണ് നമ്മുടെ പരാജയം സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാ പരീക്ഷയ്ക്കും നമ്മൾ ഇത്രയും നാളും ഒത്തിരി PSC പരീക്ഷ എഴുതിയിട്ടുണ്ടാവും. അത് എന്ത് ടെക്നിക്കലായാലും നോൺ ടെക്നിക്കലായാലും ഏത് പരീക്ഷ എഴുതുമ്പോഴും നമ്മുടെ ഈ പഠനത്തിൽ വരുന്ന ഈ ഒരു പോരായ്മ, ഈ ഒരു മടിയായിരിക്കും. ഇപ്പൊ ഞാനിത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ അത് കണക്ട് ചെയ്യുന്നത് റിലേറ്റബിൾ ആയിരിക്കാം. നമുക്ക് ഈ ഒരു മടി തോന്നരുത്. മടി തോന്നാത്ത ആൾക്കാർ രക്ഷപ്പെട്ട് അവരിപ്പോൾ സർക്കാർ സർവീസിൽ ഇരിപ്പുണ്ട്. മടി തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പ്രശ്നമാവും. നമ്മൾ ഒരു സ്ഥലത്തേക്കും എത്താൻ പറ്റത്തില്ല, നമ്മുടെ ഒരു ലക്ഷ്യത്തിലേക്കും എത്താൻ പറ്റത്തില്ല. അപ്പൊ ആ മടി തോന്നാതെ കൃത്യമായിട്ടും നമ്മൾ എന്താണോ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതേ ലെവലിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതുപോലെ നിങ്ങൾ പലരും എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കാം. പല ഘട്ടങ്ങൾ, നമ്മുടെ ലൈഫിന്റെ പല ഘട്ടങ്ങളിലായിട്ട് നമ്മൾ എന്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. 40 വയസ്സ് വരെ നമുക്ക് PSC ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള പ്രായപരിധി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ അവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം, 40 വയസ്സായിട്ടല്ല നമുക്ക് ആ ഒരു ജോലി നേടേണ്ടത് എന്നുള്ളതാണ്. എത്രയും വേഗത്തിൽ നേടാൻ പറ്റുമോ അത്രയും വേഗം നമ്മൾ നേടുക. കാരണം എത്രത്തോളം സർവീസ് ഉണ്ടോ അത്രത്തോളം സർവീസ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും? പെൻഷൻ കിട്ടത്തുള്ളൂ. അതുപോലെ ഇനിയിപ്പോ എന്താ പറയുക, കോർഡിനേറ്റ് പെൻഷൻ ആയാലും ബാക്കിയുള്ള അലവൻസ് കിട്ടുന്ന കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമുക്ക് സർവീസിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. ഇപ്പൊ 40 വയസ്സിൽ ജോലി ചെയ്യുന്ന ആളൊരു മാക്സിമം 60 വയസ്സ് വരെ പോകുമ്പോഴത്തേക്ക് എത്ര 20 വർഷത്തെ സർവീസേ ഉണ്ടാവുള്ളൂ. അപ്പൊ അയാൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളും 10-30 വർഷം എന്താ ഇപ്പോ 40 അല്ലെങ്കിൽ ഒരു 30 വയസ്സിലോ 25 വയസ്സിലോ ജോലിക്ക് കയറുന്ന ആളിനുള്ള സർവീസും വെച്ച് നിങ്ങൾ നോക്കിയാൽ മതി. അത് ജനറൽ ആയിട്ട് എല്ലാ PSC പരീക്ഷ, എല്ലാ ഗവൺമെന്റ് എക്സാംസും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നമുക്ക് വെറുതെ ഒരു ജോലിയല്ല, നമ്മുടെ ലൈഫിൽ പിന്നെ അങ്ങോട്ടുണ്ട് നമ്മൾ. കാരണം നമ്മൾ മാത്രമല്ല, നമ്മുടെ ഫാമിലി ഉണ്ട്, നമ്മുടെ കുട്ടികളുണ്ട്. അപ്പൊ അവരുടെയും ലൈഫ് സെക്യൂർ ആവണം, അവർക്കും നല്ലൊരു ജീവിത നിലവാരം നൽകണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് വേണം ഈ ഒരു കാര്യത്തിൽ ഡിസിഷൻ എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഒന്നും വാലികേറാൻ മലയല്ല, നമുക്കൊന്നും ഒന്നും പ്രയാസമായിട്ടുള്ള കാര്യമില്ല.
നമ്മളെല്ലാം ഹ്യൂമൻ ബീങ്സ് ആണ് അല്ലേ? അപ്പൊ നമുക്ക് പ്രയാസമായിട്ടുള്ള നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ശ്രമിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നന്നായിട്ട് വർക്ക് ചെയ്യുക കേട്ടോ. ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യാതെ സ്മാർട്ട് വർക്ക് ചെയ്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കാര്യങ്ങളെല്ലാം നേടാൻ പറ്റും. അപ്പൊ തീർച്ചയായിട്ടും ഈ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ പരീക്ഷ ഇതുപോലെ നിങ്ങളുടെ മനസ്സിൽ ഒത്തിരി സംശയങ്ങൾ ഇങ്ങനെ വരുന്നുണ്ടാവും. എന്തൊക്കെയാണ് സാർ പഠിക്കേണ്ടത്, എവിടേക്കാണ് നമ്മൾ എത്തേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ സിഗ്നേച്ചർ ലേണിംഗിൽ ഒരു വെബിനാർ സംഘടിപ്പിക്കുന്നു കേട്ടോ. അത് നല്ല ദിവസമാണ്, നമ്മുടെ ഈ വരുന്ന വിഷുവിന് 15-ാം തീയതി വൈകുന്നേരം 7:30ക്കാണ് വെബിനാർ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവും. PSC ഇപ്പോൾ ലീഗൽ മെട്രോളജിക്ക് മാത്രമല്ല, ഏത് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ ഒരു ടെക്നിക്കൽ ലെവലിൽ വരുന്ന സബ്ജക്ട്സ് എങ്ങനെ കവർ ചെയ്യണം, എന്തൊക്കെ പഠിക്കണം, ഏതൊക്കെ ബുക്സ് ആയിരിക്കും നിങ്ങൾ റെഫർ ചെയ്യേണ്ടത്, എത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എവിടെ കിട്ടും, അങ്ങനെ ഓരോ സബ്ജക്ട് വൈസിലും ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റ് എല്ലാം എക്സ്പെർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് ഈ ക്ലാസ്സസ് ഹാൻഡിൽ ചെയ്യുന്നത് കേട്ടോ, ഈ വെബിനാർ ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, ആ വെബിനാറിനകത്ത് ഞാനും ഉണ്ടാവും. അപ്പോൾ നമുക്ക് മാത്സിനകത്ത് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ നമുക്ക് ഫിസിക്സ് സാർ ഉണ്ടാവും, കെമിസ്ട്രി സാർ ഉണ്ടാവും, അതുപോലെ കമ്പ്യൂട്ടർ ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എന്താണ് നമ്മുടെ പോരായ്മകൾ, അതെല്ലാം മനസ്സിലാക്കി വേണം നിങ്ങൾ ആ വെബിനാറിൽ നിന്ന് എന്ത് ചെയ്യാനായിട്ട്, നിങ്ങളുടെ പഠനത്തിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ആ ഒരു രീതിക്കാണ് വെബിനാറും സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുമായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് മാർഗനിർദ്ദേശങ്ങൾ നൽകേണ്ടത്, ആ കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഡേറ്റും ടൈമും മറക്കണ്ട. എന്നാണ് നമ്മുടെ ഈ വരുന്ന വിഷു ഏപ്രിൽ 15-ാം തീയതി വൈകുന്നേരം 7:30ക്കാണ് നമുക്ക് ഈ ഒരു വെബിനാർ സംഘടിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ സിലബസിൽ എങ്ങനെ പഠിക്കണം, എവിടെ സ്റ്റാർട്ട് ചെയ്യണം, ഇപ്പൊ നമ്മൾ കണ്ടല്ലോ സിലബസ് ഉണ്ടല്ലോ. ഈ സിലബസിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എവിടെയൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് പോരായ്മകൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോ എന്തെങ്കിലും ഡൗട്ട്സ് വരണമെങ്കിൽ ഈ വീഡിയോയുടെ താഴെയായിട്ട് നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ കോൺടാക്ട് നമ്പർ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ വാട്സാപ്പ് വഴിയോ അല്ലെങ്കിൽ ഡയറക്റ്റ് കോൾ ആയിട്ടോ നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കോൺടാക്ട് ചെയ്തിട്ട് നമ്മൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പ് ചെയ്താൽ കേട്ടോ. വാട്സാപ്പ് ഉണ്ട്, അതുപോലെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് അവൈലബിൾ ആണ്. ഇതിന്റെ എല്ലാ ലിങ്ക്, അതായത് നമ്മുടെ വെബിനാറിന് രജിസ്റ്റർ ചെയ്യേണ്ട ലിങ്കും അതുപോലെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിന്റെയും യൂട്യൂബ് ചാനലിന്റെയും നമ്മുടെ ബാക്കി സോഷ്യൽ മീഡിയ ഹാൻഡിൽസിന്റെ എല്ലാം ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ആയിട്ട് ആഡ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിന്റെ ഒരു പ്രസക്തി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇപ്പോൾ സിഗ്നേച്ചർ ലേണിംഗ് ഉദ്ദേശിക്കുന്നത് തന്നെ ഒത്തിരി ആൾക്കാരുണ്ട്. ഇപ്പോൾ പഠിച്ചു തുടങ്ങി എങ്ങനെ പഠിക്കണം, എവിടെ സ്റ്റാർട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞ് സ്റ്റക്കായിട്ട് പഠനമൊക്കെ പാതി വഴിക്ക് ഉപേക്ഷിച്ച് വേറെ വേറെ ഇതിലേക്ക് തിരിഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട്. കാരണം നമ്മളൊരു ഡിഗ്രി ലെവലിൽ ഒരു സയൻസ് സബ്ജക്ട് എടുത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ക്വാളിഫിക്കേഷൻ നമ്മൾ അക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഉതകുന്ന ഒരു ജോലിയിലേക്ക് നമ്മൾ പ്ലേസ് ആവേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ എപ്പോഴും നമ്മളൊരു ഒരു എന്താ പറയാ, കുറഞ്ഞ ശമ്പളത്തിന് ഒരു വലിയൊരു ജോലി ഏറ്റെടുത്ത് വെക്കുക, നമുക്കൊണ്ട് നമ്മുടെ ഫാമിലി ആയിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ ടൈം കിട്ടത്തില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ ഒരിക്കലും പോകരുത് കേട്ടോ. അപ്പൊ അങ്ങനെയൊന്നും ഉണ്ടാവാതെ, കാരണം ഒത്തിരി ആൾക്കാർ ഞങ്ങളുമായിട്ട് ഇപ്പൊ ഞാനും തന്നെ ഈ ഒരു ഫീൽഡ് വന്നതിന് ശേഷം ഒത്തിരി കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട്, ഒത്തിരി പേരുടെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്, അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കേരളത്തിൽ തന്നെ ഒട്ടുമിക്ക ലീഡിംഗ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ചേർന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓൾ കേരള ഉള്ള സ്റ്റുഡൻസിന്റെ എല്ലാം പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നങ്ങളിൽ നിന്ന് എല്ലാവരെയും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, എന്റെ കൂടെയുള്ള ഫാക്കൽറ്റീസിന് എന്ത് ചെയ്യാൻ പറ്റും, അപ്പൊ അങ്ങനെയുള്ളതെല്ലാം വേണ്ടി ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഞങ്ങൾ സിഗ്നേച്ചർ ലേണിംഗ് എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അതുവഴി നിങ്ങളിലേക്ക് എത്തിക്കുക, നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക, നിങ്ങളിലേക്ക് നിങ്ങളുടെ ജെന്യുവിൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക, ഞങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും ആ വെബിനാറിന് നിങ്ങൾ ജോയിൻ ചെയ്യുക. ഈ ഒരു പരീക്ഷയെ സംബന്ധിച്ചുള്ള എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് തരുന്നതാണ് കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഏപ്രിൽ 15-ാം തീയതി കാണാം. ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതുപോലെ ഓരോ എക്സാംസ് റിലേറ്റഡ് ആയിട്ടുള്ള വെബിനാർ, കോമൺ ആയിട്ടല്ല, ഓരോ എക്സാംസ് റിലേറ്റ് ചെയ്ത് തന്നെ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. കാരണം അത് ഫ്രീ ആയിട്ടായിരിക്കും, എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്ന, എല്ലാവർക്കും ഉപയോഗപ്രദമാവുന്ന രീതിക്ക് തന്നെയായിരിക്കും ആ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. പിന്നെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് വഴി ഡെയിലി പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും ബാക്കി മെറ്റീരിയൽസും എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അത് യൂസ് ചെയ്യുക. അത്യാവശ്യം വേണ്ട പ്രാക്ടീസ് സെഷൻസ് നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് വെബിനാറിന് കാണാം. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. മിസ് ചെയ്യരുത്. ഏപ്രിൽ 15-ാം തീയതി വൈകുന്നേരം 7:30. ഓക്കെ, താങ്ക് യു ഓൾ.